കോന്നി ആനക്കുട്ടിലെ കൊച്ചയ്യപ്പൻ എവരെയും പ്രിയപ്പെട്ട കൊച്ചയ്യപ്പൻ ചരിഞ്ഞിരിക്കുകയാണ്. 5 വയസ്സായിരുന്നു. 1 വയസ്സായപ്പോഴാണ് ആനയെ ഈ കോന്നി ആനക്കൂട്ടിലേക്ക് എത്തിക്കുന്നത്. ഇന്നലെ വൈകിട്ട് മുതൽ തന്നെ ചില രോഗലക്ഷണങ്ങൾ കാട്ടുകയുണ്ടായിരുന്നു. ഇന്ന് രാവിലെ ഇതിന് പരിശോധനയ്ക്കായി എത്തുമ്പോഴാണ് ആന ചരിഞ്ഞ വിവരം അറിയുന്നത്. ഈ കോന്നി ആനത്താവളത്തിലെത്തുന്ന എല്ലാവരുടെയും പ്രിയപ്പെട്ട ഒരു കുട്ടിക്കുറുമ്പൻ തന്നെയായിരുന്നു ഈ കൊച്ചയ്യപ്പൻ. ഇപ്പം ഏറ്റവും അധികം അതിനെ നോക്കിയതും അതിനോടൊപ്പം അതിനെ പരിപാലിച്ച പാപ്പാനായിട്ടുള്ള ഷംസാണ്. അദ്ദേഹം കൂടെ ചേരുകയാണ്. വലിയൊരു ദുഃഖത്തിൽ തന്നെയാണ് ഇപ്പോൾ ഒരു ദുഃഖത്തിൽ തന്നെയാണ്. 4 വർഷം കൊണ്ട് ഞങ്ങൾ രണ്ടുപേരും പരിപാലിച്ചുകൊണ്ടിരുന്ന ആനയാണ് കൊച്ചയ്യപ്പൻ. പെട്ടെന്ന് വൈറസ് രോഗം വന്ന് ശരീരമായിരുന്നു. അങ്ങനെ കൃത്യമായി എല്ലാ എക്സസൈസും ഞങ്ങളെല്ലാവരുടെയും ഒരു പിന്തുണ 10 പാപ്പന്മാരും സഹകരിച്ച് ഇത്രയുമായി ആക്കി വളർത്തിയ ആനയാണ്. പെട്ടെന്ന് ആന ചരിഞ്ഞു പോയി. അമ്മ ഉപേക്ഷിച്ച കിണ്ടത്ത് വരുന്നില്ല. 1 വയസ്സുള്ളപ്പോൾ അമ്മ ഉപേക്ഷിച്ച് നില കിട്ടുക. നമ്മളായിരുന്നു അവർക്ക് അമ്മ പോലെ അല്ലേ എല്ലാ ശുശ്രൂഷ. അതെ അതെ. അദ്ദേഹം ഏറെ ദുഃഖത്തിലാണ്, വലിയ ദുഃഖത്തിൽ തന്നെയാണ്. കാരണം അദ്ദേഹം സൂചിപ്പിച്ച പോലെ 1 വയസ്സിൽ കിട്ടുന്ന ഒരു കുട്ടിയാന, അതിനുശേഷം കൃത്യമായി പരിചരിക്കുന്നത് ഷംസും മറ്റ് പാപ്പാന്മാരോട് ചേർന്നായിരുന്നു. അതാണ് അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം. അവർക്ക് ഷംസിൻ്റെ വാക്കിൽ നിന്ന് തന്നെ കാര്യങ്ങൾ വ്യക്തമാണ്. അത്രത്തോളം ഒരു ദുഃഖം കണ്ടു നിൽക്കുന്ന ആളുകൾക്ക് അറിയാം. ഈ കൊച്ചയ്യപ്പനെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്ത ശേഷം മാത്രമേ കൃത്യമായ കാരണം കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ. ഈ ആനത്താവളത്തിൽ 5 ആനകൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായി ചരിഞ്ഞിട്ടുണ്ട്. അത് പലപ്പോഴും വൈറസ് ഉൾപ്പെടെ കാരണങ്ങൾ സാധ്യതയുണ്ട്. ഈ കുട്ടി ആനയാകുമ്പം അത്തരം സാഹചര്യങ്ങളും നിലനിൽക്കുന്നുണ്ട്. ഏതായാലും പോസ്റ്റ്മോർട്ടത്തിൽ മാത്രമേ വിശദവിവരം ലഭിക്കുകയുള്ളെന്ന് ഇപ്പം DFO പ്രതികരിക്കുകയുണ്ടായി. അതുകൊണ്ട് തന്നെ ആ കാരണങ്ങളിലേക്ക് ഇനി എത്തേണ്ടതായിട്ട് ഒരു കാര്യം കൂടിയുണ്ട്. കോന്നി DFO ചെയ്യുന്നുണ്ട്. സാർ, ഇപ്പം ഇനി എങ്ങനെയാണ് ബാക്കി ഫർദർ പ്രൊസീജിയേഴ്സ്? Further procedures, actually, one team of post-mortem experts is there. In that team, 3 doctors will be there, and outside experts, NGOs, and local representatives will be there. Along with when this post-mortem is conducted, teams from our vigilance wing, flying squad wing, they will be coming. So this once this animal is shifted to a nearby location, that Kumannur area, will conduct the post-mortem there. After conducting the post-mortems, we will take the samples of animals' organs which can be affected, and we will send it for a result to laboratories. Which laboratory? Actually, we are taking 2 types of samples. One is toxicology and another is this infected with herpes. So we will send it to Trivandrum laboratories, and we'll wait for the results. And after post-mortem, we'll burn the remaining organs of the animal, because it might be infected of herpes also, which may spread to other animals. So we'll burn the body. താങ്ക് യു സർ. വിശദമായ പരിശോധന നടത്തും. ഏതെങ്കിലും തരത്തിൽ മറ്റ് ആനകൾക്ക് പകരത്തക്ക രോഗമാണെങ്കിൽ അതിനുള്ള നടപടികൾ സ്വീകരിക്കും. കാര്യങ്ങളൊക്കെ വിശദമായി പരിശോധിക്കുന്നതാണ് കോന്നി DFO ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ ഈ കോന്നി ആനക്കൂട്ടിൽ നിൽക്കുമ്പോൾ എല്ലാ ആളുകൾക്കും വലിയ ദുഃഖത്തിൽ കൂടെയാണ് കടന്നു പോകുന്നത്. ക്യാമറമാൻ അഖിലേഷ് കൊണ്ടവിനൊപ്പം സുജി T. ബാബു, കൈരളി ന്യൂസ്, പത്തനംതിട്ട.